പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസം ഗുരുപൂർണിമയാൽ ധന്യമാണ്. ഇന്നത്തെ ദിനം അറിയപ്പെടുന്നത് തന്നെ ഗുരുപൂർണിമ എന്നാണ്. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആത്മബോധത്തിൻ്റെ പൂർണിമ അനുഭവിക്കുന്ന ദിനമായി ഗുരുപൂർണിമയെ നമുക്ക് കാണാം. ഭാരതത്തിൽ ചില ദിവസങ്ങൾ, ചില തീയതികളൊക്കെ വളരെ ആധ്യാത്മികവും ഗുരുപ്രേമത്തിൽ അധിഷ്ഠിതവുമായിട്ടുള്ള പരിവേഷത്തോടെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു ദിനമാണ് ഗുരുപൂർണിമ. വ്യാസൻ്റെ പിറന്നാളായി അല്ലെങ്കിൽ വ്യാസമഹർഷിക്ക് ബോധോദയമുണ്ടായ ദിനമായിട്ടാണ് ഗുരുപൂർണിമയെ കണക്കാക്കുന്നത്. ഭാരതത്തിൻ്റെ സകല അധ്യാത്മവിദ്യകളും നമ്മൾ കേൾക്കുന്നത് ബാദരായണനായ വ്യാസനിൽ നിന്നാണ്. ആ വ്യാസഭഗവാന്റെ പിറന്നാളും അല്ലെങ്കിൽ വ്യാസഭഗവാൻ ആത്മബോധോദയം ഉണ്ടായ ദിനം തീർച്ചയായും ഭാരതത്തിന് ഗുരുലാഭമുണ്ടാക്കിയ ഒരു ദിവസമാണ്. ഭാരതം എന്നും ഗുരുവിനോടുള്ള സമർപ്പണത്താൽ നമ്രമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെ സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ സാധാരണമായ ഒരു കുഞ്ഞായി ജനിക്കുമ്പോഴും വളർച്ചയുടെ ഏതോ ഘട്ടങ്ങളിൽ ഒരു ഗുരു നമ്മെ സ്വാധീനിക്കാറുണ്ട്. ആ മഹാഗുരുവിൻ്റെ സ്വാധീനവും വചനവും സാന്നിധ്യവുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പിന്നീട് പുഷ്കലമാക്കുന്നത്. മറ്റാർക്കും പകർന്നു തരാനാകാത്ത ജ്ഞാനവും സാന്ത്വനവും ഗുരുവിന് നമുക്ക് പകർന്നു തരാനായിട്ട് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ആധ്യാത്മികമായും ഭൗതികമായുമൊക്കെ ഏകാന്തത്തിലേക്ക് പോകുമ്പോൾ നമുക്കെപ്പോഴും താങ്ങായിരിക്കുന്നത്, തണലായിരിക്കുന്നത് ഗുരുവാണ്, ഗുരുവിൻ്റെ വചനമാണ്. ഭാരതീയ ഗുരുപരമ്പരകളിൽ നമ്മുടെ ഗുരുവരെ എത്തി നിൽക്കുന്ന, നമ്മുടെ സ്വീയ ഗുരുവരെ എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയ്ക്ക് നന്ദി പറയാനുള്ള ഒരവസരമാണിത്. എത്രയെത്ര ജീവിതങ്ങളോടാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതം കടപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രാഥമികമായ കടപ്പാട് ഗുരുവിനോട് തന്നെയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മെ നാം ആക്കിയതിന്. ഒന്നും അറിയാതെ ദിശാബോധമില്ലാതെ നടന്നിരുന്ന നമ്മെ സത്യത്തിൻ്റെ അനന്തമായ തിരുനടയിലേക്ക് സ്നേഹപൂർവം വിളിച്ചു ചേർത്തതിന്, കൈപിടിച്ച് നടത്തിയതിന്, ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ എന്ന നമ്മുടെ ദീനമായ വിളി കേൾക്കുന്ന ഗുരുവിൻ്റെ കൈപിടിച്ച് നടക്കുന്നതിനുള്ള ഒരു നന്ദി പ്രകാശനമാണ് ഗുരുപൂർണിമ. ആ ഗുരുവിൻ്റെ സാന്ത്വനവും ഗുരുവിൻ്റെ വചനവുമാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ആകാശത്തിൽ എപ്രകാരമാണോ ഒരു പൂർണ്ണചന്ദ്രൻ വിരിഞ്ഞ് പരിലസിച്ച് പ്രകാശം പരത്തി നിൽക്കുന്നത്, അതുപോലെ നമ്മുടെ ആത്മബോധത്തെ പ്രഫുല്ലമാക്കുന്നത്, നമ്മുടെ ആത്മകാന്തിയെ ഒരു പൂർണ്ണേന്ദുവിനെ പോലെ നമ്മുടെ ആത്മേന്ദുവിനെ പരിപൂർണമാക്കുന്നത്. ഗുരുവിൻ്റെ സ്പർശത്തിൻ്റെ പ്രത്യേകത അതാണ്. ഗുരുവിൻ്റെ സ്പർശം മാന്ത്രിക സ്പർശമാണ്. ഗുരുവിൻ്റെ വാക്ക് മാന്ത്രിക ഒരു വചനമാണ്. അതുകൊണ്ട് തന്നെയാണ് ധ്യാനമൂലം ഗുരോമൂർത്തി, പൂജാമൂലം ഗുരോപദം, മന്ത്രമൂലം ഗുരോവാക്യം, മോക്ഷമൂലം ഗുരോ കൃപ എന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ അകതാരിൽ നിന്ന് ഒരു നറുപുഷ്പം സമർപ്പിക്കുന്ന കണക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താണ് ധ്യാനിക്കേണ്ടതുള്ളൂ? ഗുരുവിൻ്റെ തിരുസ്വരൂപത്തെ മാത്രമേ ധ്യാനിക്കേണ്ടതുള്ളൂ. കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമെയ് വിട്ട് അകലാത്ത ചിന്ത. ഇതാണ്
ധ്യാനമൂലം ഗുരുമൂർത്തി. എന്തിനെയാണ് പൂജിക്കേണ്ടത്? ഏത് വസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്? ആ പരമഗുരു നടന്നുപോയ ആ പാദം, ഗുരുവിൻ്റെ പാദം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പടവുകൾ ചവിട്ടി നടന്നു പോകുന്നതാണ്. ആ ഗുരുവിൻ്റെ പാദത്തെയാണ് പൂജിക്കേണ്ടത്. ധ്യാനമൂലം ഗുരുമൂർത്തി, പൂജാമൂലം ഗുരുപദം. എന്താണ് നമ്മുടെ മന്ത്രം? മന്ത്രമൂലം ഗുരുവാക്യം. ഗുരുവിൻ്റെ വാക്യമാണ് നമ്മുടെ മന്ത്രമായിരിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ നാവിൽ വിളങ്ങേണ്ടത് ഗുരുവിൻ്റെ വാക്കുകളായിരിക്കണം. ഗുരുവിൻ്റെ വാക്കുകൾ അധികമായി ഉച്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിത്തശുദ്ധീകരണത്തിന് വേണ്ടി മറ്റൊന്നും തേടി അലയേണ്ടതില്ല. അവസാനം എന്താണ്? മോക്ഷമൂലം ഗുരുകൃപ. ഈ സംസാര സാഗരത്തിൽ നിന്ന് ഇനിയൊരു പുനർജനി ഉണ്ടാകാതെ ആ പരമമായ ധാമത്തിലേക്ക് അണയുവാൻ നിൻ്റെ കൃപ കൂടി ഉണ്ടാകണേ, മോക്ഷം ലഭിക്കുന്നതിന് നിൻ്റെ കൃപ കൂടി ഉണ്ടാകണേ എന്ന സുന്ദരമായ ഒരു പ്രാർത്ഥന. ഇത്തരത്തിൽ ഗുരുവിനെ ചുറ്റിപ്പറ്റി ഗുരുവിനോട് നന്ദിയും കടപ്പാടും സ്നേഹവും പ്രേമവും ഭക്തിയും എല്ലാം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണ് ഗുരുപൂർണിമ. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ഇന്നത്തെ ദിവസം സ്വന്തം ഗുരുവിനെ ഓർക്കുകയും ഏതൊരു മഹാത്മാവിൻ്റെ തെളിച്ചത്തിലും വെളിച്ചത്തിലുമാണോ ജീവിതത്തിന് കാന്തി വന്നത്, ആ മഹാത്മാവിനെ അകമലരിട്ട് വണങ്ങുകയും വേണം. ഈ വണക്കം അടിമത്തമല്ല, ഈ വണക്കം പുതിയ വെളിച്ചം കാട്ടിത്തന്നതിൻ്റെ നന്ദി പ്രകാശനമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഗുരുദേവൻ പറഞ്ഞ പോലെ ശിവശതകത്തിൻ്റെ പാരമ്യത്തിൽ, ശിവശതകത്തിൻ്റെ അന്തിമ സ്ഥാനത്തെത്തുമ്പോൾ ഗുരു പാടിയതുപോലെ, കുളിർമതി കൊണ്ടു കുളിർത്തു ലോകമെല്ലാം ഒളി തിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെള വീശി വിളങ്ങി ദേവലോകക്കുളം അതിലാമ്പൽ വിരിഞ്ഞു കാണണമേ. ആത്മബോധത്തിൻ്റെ പൂർണ്ണേന്ദുവിനെ ഇതിൽ പരം എങ്ങനെയാണ് പ്രകാശിപ്പിക്കാനാവുക? എത്ര കവിത്വ സുന്ദരമായ ഭാഷയിലാണ് ഗുരുദേവൻ അത് പറഞ്ഞിരിക്കുന്നത്. കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം. ശീതരശ്മിയുള്ള ആ ചന്ദ്രൻ്റെ വെണ്ണിലാവ് എല്ലാ ലോകങ്ങളെയും കുളിരണിയിക്കുന്ന തരത്തിൽ അത്യുന്നതങ്ങളിൽ തെളുതെളെ തിണങ്ങി പ്രകാശമെമ്പാടും വീശി ആ ശീതകിരണങ്ങൾ തട്ടി ദേവലോകക്കുളത്തിൽ ആമ്പൽ വിരിഞ്ഞ് വരുന്നത് കാണുന്ന അനുഭവം എനിക്കുണ്ടാകുമാറാകണമേ എന്ന് പറയുമ്പോൾ ആത്മബോധത്തിനു വേണ്ടിയുള്ള നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. ഇതായിരിക്കട്ടെ ഇന്നത്തെ ഗുരുപൂർണിമ സന്ദേശം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുവിൻ്റെ നാമത്തിൽ പ്രണാമമർപ്പിക്കുന്നു.